ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് രേവതിയുടെ എൻഗേജ്മെൻറ്റിൻ്റെ അന്നത്തെ വീഡിയോ ആണ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡിയായിട്ട് താഴേക്ക് പോവുകയാണ്. അപ്പോൾ അതും ഉണർന്നിട്ടില്ലായിരുന്നു. ആ സമയം കൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് ഇഡലി സാമ്പാറുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്കും അതും എണീറ്റ് അവന് പാലൊക്കെ കൊടുത്ത് അവിടെ ഇരിക്കുകയാണ്. അപ്പം മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ അവളുടെ ഹെയറൊക്കെ ഒന്ന് പ്രെപ്പ് ചെയ്ത് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് അവളെ റെഡിയാക്കി താഴേക്ക് വിട്ടതിന് ശേഷം ഞാൻ പിന്നെ റെഡിയായി താഴേക്ക് വന്നപ്പോഴത്തേക്കും എല്ലാവരും റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. 11 മണി കഴിഞ്ഞ് 11:45 ആയിരുന്നു മുഹൂർത്തം. അപ്പോഴത്തേക്കും ഓരോരുത്തരും ഓരോ കാറിലായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. ഞങ്ങൾ റെഡിയായിട്ട് താഴെ വന്നപ്പോഴത്തേനും ഒരു കാറെല്ലാം എടുത്ത് ഓരോരോ കാറായിട്ട് ഇറങ്ങുന്ന വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി ഇരുന്ന് അങ്ങനെ നമ്മുടെ അടുത്ത് തന്നെയാണ്, വീടിനടുത്ത് തന്നെയാണ് ഓഡിറ്റോറിയം. അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ അടുത്ത ബന്ധുക്കളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അകത്ത് റൂമിലിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് ഒരു ചെറിയ ഫാനും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാം അവിടെ ഇരുന്നപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ചെക്കൻ ആദ്യമേ ഇരുന്നു, പിന്നെ അവളെയും കൊണ്ടിരുത്തി. അപ്പോൾ ഇനി റിങ് കൈമാറാൻ പോവുകയാണേ. അങ്ങനെ ആദ്യമേ ചെറുക്ക് മോതിരമായിട്ട് പിന്നെ പെണ്ണും മോതിരമായിട്ട് അങ്ങനെ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് പന്തിയാണ്. അപ്പോഴത്തേക്കും എല്ലാവരും കഴിച്ചിട്ട് പോയി, പിന്നെ ബന്ധുക്കൾ മാത്രമേ ഉള്ളായിരുന്നു. ലാസ്റ്റത്തെ പന്തിയാണ്. അങ്ങനെ ഞങ്ങളും കഴിക്കാൻ കയറിയപ്പോഴത്തേക്കും കുറച്ച് കറികളൊക്കെ തീർന്ന്, എന്നാലും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്യുവാണ്. അപ്പം പിന്നെ കാറെല്ലാം എടുത്തിട്ടിട്ട് ഫോട്ടോയോ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴയൊക്കെ പൊടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ചെറുക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണേ. അപ്പോൾ അന്ന് രാത്രി എൻഗേജ്മെൻറ്റിൻ്റെ അന്ന് രാത്രി വെളുപ്പിനെ അങ്ങോട്ട് പോവും, ആർമിയിലാണ്. അങ്ങനെ അവളുടെ അടുത്തും യാത്രയെല്ലാം പറഞ്ഞ് എല്ലായിടത്തും യാത്രയൊക്കെ പറഞ്ഞിട്ട് ചെറുക്കാൻ പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അവിടുന്ന് തിരിച്ച് എല്ലാവരും തിരിച്ച് ഓരോരോ കാറിലായിട്ട് തിരിച്ച് വീട്ടിലെത്തി. വൈകിട്ടായപ്പോഴത്തേക്കും എല്ലാവരും മിച്ചറൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പം കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ബോറടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കള്ളനും പോലീസും കളിക്കുവാന്നേ. അങ്ങനെ കള്ളനും പോലീസും എല്ലാം കളിച്ച് കഴിഞ്ഞിട്ട് നേരെ മാമൻ്റെ അങ്ങോട്ട് വന്നു. അപ്പോൾ മാമൻ കാർ എടുത്തതിൻ്റെ ചിലവായിരുന്നു. അപ്പോൾ രാത്രിത്തെ ഫുഡ് മാമൻ്റെ വകയാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് വന്നു. അപ്പോൾ ഫുഡ് വരാൻ കുറച്ച് ലേറ്റായി, അത് കാരണം പിള്ളേരും എല്ലാവരും കൂടി ഇരുന്നിട്ട് മിസ്റ്റർ ബീൻ കാണുവാന്നേ. അങ്ങനെ കുറച്ചധികം ലേറ്റായി, 7 മണിക്ക് ഫുഡ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ലേറ്റായി. അങ്ങനെ ഞങ്ങൾ TV കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഫുഡും ഒക്കെ കൊണ്ടുവന്ന് പൊറോട്ടയും റൈസും ബീഫും ചിക്കൻ വെജിറ്റബിൾ കറിയും ആയിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക്